ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സിബ്ഗത്തല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗഹ് വനഹ്നു ലഹു ആബിദൂൻ. ഖുൽ തുഹജ്ജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ, എല്ലാ അർത്ഥത്തിലുമുള്ള ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭമാണ്. ആഘോഷങ്ങൾ നിരപേക്ഷമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആഘോഷങ്ങൾക്ക് മതമുണ്ട്. ആഘോഷങ്ങളിൽ ചിലതിന് അതിൻ്റെ രാഷ്ട്രീയവുമുണ്ട്. കേവലം നിരപേക്ഷമായ ഒന്നുമില്ല. നടന്നുകൊണ്ടിരിക്കുന്ന ചില ആഘോഷങ്ങൾക്ക് പിന്നിൽ ചിലപ്പം മതമായിക്കൊള്ളണമെന്നില്ല, ചിലപ്പം വിപണി താല്പര്യങ്ങളായിരിക്കും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. നമുക്ക് ചുറ്റും ഓണം ആഘോഷിക്കപ്പെടാറുണ്ട്. ഓണത്തിന് മതമുണ്ട്, വിഷുവിന് മതമുണ്ട്, ഈസ്റ്ററിന് മതമുണ്ട്, ക്രിസ്തുമസിനും അതിൻ്റെ മതമുണ്ട്, പെരുന്നാളിനും അതിൻ്റെ മതമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ന്യൂ ഇയർ വരാൻ പോവാണ്. അത് വലിയൊരു ഉത്സവമാണ്, ആഗോള ഉത്സവമാണ്. അതിനും അതിൻ്റെ പിന്നിൽ അതിൻ്റേതായ താല്പര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഘോഷങ്ങളിലും പങ്കാളിയാവുക എന്നുള്ളതല്ല, എല്ലാ ആഘോഷങ്ങളെയും ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് വീക്ഷിക്കാനും ഇസ്ലാമിൻ്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ഇതിനോടൊക്കെ നിലപാട് സ്വീകരിക്കാനും എന്നാൽ ഇതിനോടെല്ലാം എൻഗേജ് ചെയ്യാനും ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാകേണ്ടതുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സൂറത്ത് അൽ-ബഖറയിലെ 138 ആയത്താണ്. സിബ്ഗത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ വർണ്ണം. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അതിനേക്കാൾ നല്ലൊരു വർണ്ണം മറ്റൊന്നില്ല. വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അവന് പൂർണ്ണമായും കീഴ്പ്പെട്ടവരാണ്. അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെട്ടവരാണ് സത്യവിശ്വാസികൾ. അള്ളാഹുവിൻ്റെ വർണ്ണത്തേക്കാൾ മറ്റൊരു നല്ല വർണ്ണം ഇല്ല. അതുകൊണ്ട് തന്നെ ഖുൽ തുഹജ്ജൂനനാ ഫില്ലാഹ്, നബിയെ താങ്കൾ അവരോട് ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ നമ്മളോട് തർക്കിക്കുന്നത്? വഹുവ റബ്ബനാ വ റബ്ബുക്കും വലനാ അഅ്മാലുനാ വ അഅ്മാലുക്കും, അവൻ ഞങ്ങളുടെയും നിങ്ങളുടെയും നാഥനാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ പ്രവർത്തനങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രവർത്തനങ്ങളുണ്ടാവാം. വനഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങൾ പൂർണ്ണമായും അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ജീവിതത്തിന് ഇസ്ലാമിൻ്റെ വർണ്ണം ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ വർണ്ണമാണ് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ ജീവിതത്തിന് ഉണ്ടാകേണ്ടത്. അപ്പോഴേ ആ വർണ്ണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോഴേ അതിൻ്റെ സൗന്ദര്യം ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ, അതിൻ്റെ സുഗന്ധം ആളുകൾക്ക് നുകരാൻ കഴിയുകയുള്ളൂ. എല്ലാ വർണ്ണശബളമായ കാഴ്ചകളെയും കെട്ടുകാഴ്ചകളെയും നമ്മൾ നെഞ്ചേറ്റുന്നതോടുകൂടി ഇസ്ലാമിൻ്റെ വർണ്ണം ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുടനീളം അയാൾ പാലിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ വർണ്ണത്തിൽ ചാലിച്ചതാവുക എന്ന് പറയുന്നത്. എൻ്റെ ജീവിതം ദീനിൻ്റെ വർണ്ണത്തിൽ ചാലിച്ചതാവുക എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി. കാലങ്ങളായി കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും നല്ല എല്ലാ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടും അതിനെ സംരക്ഷിച്ചുകൊണ്ടും ഞാൻ നിന്നിലേക്ക് ഇറക്കിയ വേദഗ്രന്ഥമാകുന്നു ഖുർആൻ. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ മാർഗനിർദ്ദേശങ്ങൾ ആരായേണ്ടത്. വലാ തത്തബി അഹ്വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ്, നിങ്ങളിലേക്ക് ഈ പ്രകടമായ സത്യം വന്നെത്തിയിരിക്കെ നിങ്ങൾ ചുറ്റുപാടുമുള്ള ആളുകളുടെ തോന്നലുകളുടെയും ഇച്ഛകളെയും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ലിക്കുല്ലി ജഅൽനാ മിൻകും ശിർഅത്തൻ വ മിൻഹാജ, എല്ലാ ജനതക്കും അവരവരുടേതായ ശരീഅത്തും അതുപോലെ തന്നെ വഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്, നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വലൗ ഷാ അല്ലാഹു ലജഅലക്കും ഉമ്മത്തൻ വാഹിദ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരൊറ്റ സമൂഹമാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയാത്തത് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ തന്നെ തീരുമാനമാണ് ആളുകൾക്ക് ഈ സ്വാതന്ത്ര്യം കൊടുത്തതും ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി ഈ വൈവിധ്യം കൈവന്നതും
ആ വൈവിധ്യത്തിനകത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാകിൻ ലിയബ്ലുവന്നകും ഫീമാ ആതാകും ഫത്തബിഖുൽ ഖൈറാത്ത്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്, നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തെ മുൻനിർത്തി, അതുകൊണ്ട് നിങ്ങൾ നന്മയിൽ മുന്നേറുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇലല്ലാഹി മർജിഉക്കും ജമിയ, നിങ്ങളുടെ എല്ലാവരുടെയും അടക്കം അവനിലേക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഒരു ബഹുസ്വര സാമൂഹ്യ ജീവിതത്തിനകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വർണ്ണം എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ വർണ്ണമാണ്, ഇസ്ലാമിൻ്റെ വർണ്ണമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ആഘോഷങ്ങൾക്ക് ബാധകമാണ്, മതപരമായ ആഘോഷങ്ങൾക്ക് ബാധകമാണ്, അല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഇവൻറ്റുകൾക്ക് ബാധകമാണ്. അത്തരത്തിലുള്ള ഒരുപാട് ആ അർത്ഥത്തിൽ നിർണ്ണയിക്കപ്പെടാത്ത ഒരുപാട് ഇവൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ആ ഇവൻറ്റുകൾക്കും ഇത് ബാധകമാണ്. ഇപ്പം ഇന്ന് വിവാഹാഘോഷം എന്ന് പറയുന്നത് മഹാ ഇവൻറ്റുകളാണ്, മെഗാ ഇവൻറ്റുകളാണ്. ആ ഇവൻറ്റുകളിൽ നമ്മൾ ഇസ്ലാമിൻ്റെ പരിധി പാലിക്കുക എന്ന് പറയുന്നത്, ആ സന്തോഷ പ്രകടനത്തിൽ നമ്മൾ ഇസ്ലാമിൻ്റെ പരിധി പാലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് അതെങ്ങനെയാണ് ശരിയാവുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക സ്വാഭാവികമാണ്. അതിനും വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വെളിച്ചവും നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റേതായ ആചാരമുണ്ട്, അതിൻ്റേതായ അനുഷ്ഠാനങ്ങളുണ്ട്. അത് അവരാരും നിരാകരിക്കുന്നില്ല, നമ്മളായിട്ട് നിരാകരിക്കാൻ പോകേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽപ്പെട്ടതാണ് സ്റ്റാർ തൂക്കുക എന്ന് പറയുന്നത്. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽപ്പെട്ടതാണ് ക്രിസ്തുമസ് അപ്പൂപ്പൻ എന്ന് പറയുന്നത്. അപ്പൂപ്പൻ എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങൾ മോഡേണൈസ് ചെയ്യപ്പെട്ട പോലെ അപ്പൂപ്പന് മോഡേണൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ വിഷയമല്ല. അതുപോലെ തന്നെ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഭാഗമാണ് ക്രിസ്തുമസ് ട്രീ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മൾ ആ മതക്കാർക്ക് വിട്ടുകൊടുക്കണം, മുസ്ലിം സമുദായം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അവരുടെ മതപരമായ ആചാരങ്ങളുടെ ഭാഗമാണ്. അത് അവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന മര്യാദയാണ്, നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന ആദർശത്തോട് ചെയ്യേണ്ടുന്ന മര്യാദയാണ്. അത് നമ്മളാരും സ്വന്തമാക്കേണ്ടുന്ന കാര്യമില്ല. അത് ആ ആഘോഷത്തിൻ്റെ മതപരമായ മാനമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങൾ ഓണം എടുത്ത് പരിശോധിച്ച് നോക്ക്. ഓണത്തിൻ്റെ അന്നും ഇതുപോലുള്ള കലാപങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓണത്തിന് പൂക്കളമുണ്ട്, നിലവിളക്കുണ്ട്, അതുപോലെ തന്നെ അതിന് മതപരമായ ഒരു ഐതിഹ്യമുണ്ട്. മാവേലി എന്ന് പറയുന്ന ഒരു വലിയ ഐതിഹ്യ കഥാപാത്രമുണ്ട്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ചരിത്രമോ വസ്തുതയോ ഖുർആനോ സുന്നത്തോ വെച്ച് നമ്മൾ പരതിയാൽ കാണാത്ത ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളുമാണ്. മാത്രമല്ല, ഈ ഓണവുമായി ബന്ധപ്പെട്ട് കീഴാള മേലാള ജാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരെ നമുക്കകത്ത് സജീവമായ ചർച്ചയായി നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചോദിച്ചേക്കാം, ഓണം ദേശീയ ഉത്സവമല്ലേ എന്ന്. ആ ദേശീയ ഉത്സവമല്ലേ എന്ന് സാങ്കേതികമായി നമ്മൾ ചോദിച്ചാലും അംഗീകരിച്ചാലും പറഞ്ഞാലും പങ്കുവെച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഓണത്തിൻ്റേതായ ഒരു മതമുണ്ട് എന്നത്, ഐതിഹ്യമുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓണം ദേശീയ ഉത്സവമല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഒരിക്കൽ ശ്രീ കെ.എൻ. ചോദിച്ചത്, പെരുന്നാളും ദേശീയ ഉത്സവമല്ലേ? അതിനപ്പുറം അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതി, കാളൻ ആകാമെങ്കിൽ കാളയുമാകാം എന്ന് അദ്ദേഹം ലേഖനം എഴുതി. കാളനാകാമെങ്കിൽ, കാളൻ എന്ന് പറയുന്ന അവരുടെ വെജിറ്റേറിയൻ ഫുഡിലെ പ്രധാനപ്പെട്ട വിഭവമാകാമെങ്കിൽ കാളയുമാകാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന അവരുടെ ആചാരങ്ങൾ, ഓണത്തിൻ്റെ ഭാഗമായുള്ള നിലവിളക്കും അതുപോലെ തന്നെ നിറവറയും അതുപോലെ തന്നെ അവരുടെ പൂക്കളവും അതുപോലെ തന്നെ മാവേലി മന്നനും എല്ലാം നമ്മൾ ഒരിക്കലും മുസ്ലിം സമുദായം അത് സ്വന്തമാക്കരുത്. അത് അവരുടേതാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കാനുള്ള വിശാലതയാണ് നമ്മൾ കാണിക്കേണ്ടത്. അത് അവരുടെ മതപരമായ ആ ആഘോഷത്തിൻ്റെ മാനങ്ങളിൽപ്പെട്ടതാണ്. ഇനി നിങ്ങൾ പെരുന്നാളിലേക്ക് വരിക. 2 പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. 2 പെരുന്നാൾ ആഘോഷിക്കുന്ന ഘട്ടത്തിൽ അത് ഫിത്ർ സക്കാത്തുണ്ട്, ഉളുഹിയത്തുണ്ട്, തക്ബീർ ധ്വനികളുണ്ട്, നമസ്കാരമുണ്ട്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ബലി പെരുന്നാളായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും, ചെറിയ പെരുന്നാൾ വ്യത്യസ്തമാകുന്നത് ഫിത്ർ സക്കാത്ത് കൊണ്ടാണ്, ബലി പെരുന്നാൾ വ്യത്യസ്തമാക്കുന്നത് യഥാർത്ഥത്തിൽ ബലിമാംസം കൊണ്ടാണ്, നമ്മൾ ഉളുഹിയത്ത് ഇറക്കുന്നത് കൊണ്ടാണ്. ഇത് നമ്മുടെ വിശ്വാസപരമായ അനുഷ്ഠാനമാണ്, നമ്മുടെ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളൊരിക്കലും അതിന് സഹോദര സമുദായങ്ങൾ നമ്മൾ പ്രേരിപ്പിക്കാറില്ല, നമ്മളാരും പ്രേരിപ്പിക്കാറില്ല. ഏതെങ്കിലും സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ഞാൻ നിങ്ങളോടുള്ള ഐക്യദാർഢ്യം കൊണ്ടും സൗഹാർദ്ദം കൊണ്ടും ഞാനൊന്നറുത്തോട്ടെ എന്നൊരാൾ വന്നിട്ട് ഇതുവരെ നമ്മളോട് ആരോടും ചോദിച്ചിട്ടുമില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ
അത് മതപരമായ മാനമുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും മതപരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിന് ഇത് മറ്റുള്ളവരുടെ വിശ്വാസത്തിന് പുറത്തുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അനിവാര്യമായ തേട്ടമാണ്. വിഷുവിന് മതമുണ്ട്, ഈസ്റ്ററിന് മതമുണ്ട്, ദീപാവലിക്ക് മതമുണ്ട്, ഹോളിക്ക് മതമുണ്ട് എന്ന അടിസ്ഥാന വിദ്യാഭ്യാസം മുസ്ലിം സമുദായം എന്ന അർത്ഥത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. ഓരോ ആഘോഷത്തിൻ്റെ ഈ മതപരമായ മാനങ്ങൾ ഇതരർക്ക് മേൽ നമ്മൾ ബാധകമാക്കാൻ പാടില്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഒരിക്കലും ഇസ്ലാം മതത്തിൻ്റെ മതപരമായ മാനങ്ങൾ അത് വിശ്വസിക്കാത്തൊരു ജനതയുടെ മേൽ നമ്മൾ ബാധകമാക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ നമ്മുടെ മേലും ബാധകമാക്കാൻ പാടില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ മതപരമായ കാര്യങ്ങൾ അവർക്ക് ഭംഗിയായി നിർവഹിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതര ആചാരാനുഷ്ഠാനങ്ങളെ സ്വന്തമാക്കാൻ നമ്മളും ശ്രമിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊക്കെ പറയുമ്പോഴും മതപരമായ ആഘോഷങ്ങൾക്ക് ഒരു സാമൂഹ്യ മാനമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മതപരമായ ആഘോഷങ്ങൾക്ക് സാമൂഹ്യ മാനമുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിനകത്താണ്. ഈ ബഹുസ്വരങ്ങൾക്കിടയിലുള്ള സ്പ്ലിറ്റാണ് പലപ്പോഴും നമ്മുടെ ഭരണകൂടം വരെ ചില ഘട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അഥവാ കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വംശീയ അജണ്ട വിജയിപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയെയും മൈനോറിറ്റിയെയും അപരവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹെയ്റ്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വെറുപ്പ് ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ ബന്ധം ശക്തിപ്പെടുത്തുക എന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ്. ഏതൊരു പൗരൻ്റെയും, നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പൗരൻ്റെയും സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ് പരസ്പരമുള്ള വൈവിധ്യങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ അതിനെ പരസ്പരം ചേർത്ത് നിർത്തുക, പരസ്പരം സഹകാരികളാക്കുക, പരസ്പരം ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത്. ആഘോഷങ്ങളെ അതിനുള്ള അവസരങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാവുന്ന ഒരു കാര്യമാണ്. ഓണത്തിന് സുഹൃത്ത് സംഗമങ്ങളാകാം, ക്രിസ്തുമസിന് സുഹൃത്ത് സംഗമങ്ങളാകാം. പരസ്പരം ആശയവിനിമയങ്ങളുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നിടത്താണ് മതങ്ങൾക്കിടയിലുള്ള അകലം കൂടുന്നത്, അകലങ്ങൾക്കകത്ത് ശത്രുത രൂപപ്പെടുന്നത്. ശത്രുത വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങൾക്കുള്ള വാതിലുകൾ തുറന്നു കൊടുക്കുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത്തരം കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന സ്വഭാവത്തിൽ സാംസ്കാരിക വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ, മതപരമായ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യത്യസ്ത മത സാമൂഹ്യ ജനവിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം ഒരുമിച്ചിരിക്കാനും ആശയപരമായ പങ്കുവെക്കുവാനും അവരവരുടെ സന്തോഷങ്ങളിൽ പരസ്പരം മറ്റുള്ളവരെ പങ്കാളികളാക്കുവാനും ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരായിക്കൊണ്ട് നിർവഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് അനുവദനീയമായ കാര്യമാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഹൈന്ദവ സുഹൃത്ത്, എൻ്റെ കൂടെ പഠിക്കുന്ന എന്നെ ജോലി ചെയ്യുന്ന എൻ്റെ ക്രൈസ്തവ സുഹൃത്ത്, അവർ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ എൻ്റെ മതവും എൻ്റെ ഐഡിയോളജിയും ഞാൻ നിലനിർത്തിക്കൊണ്ട് തന്നെ അവൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കാളികളാകുന്നു എന്നതും, അതേസമയം അവൻ്റെ ആചാരങ്ങൾ മുഴുവൻ ഞാൻ ആഘോഷത്തിൻ്റെ ഭാഗമായി ഞാൻ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു എന്നതും രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് അവൻ്റെ വീട്ടിൽ കല്യാണത്തിന് ഭക്ഷണം കഴിക്കാമെങ്കിൽ, അവൻ്റെ സന്തോഷത്തിൽ ഭക്ഷണം കഴിക്കാമെങ്കിൽ, എനിക്ക് അവൻ്റെ വീട്ടിൽ അവൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ മറ്റു വേളകളിലും അനുവദനീയമായ ഹലാലായ ഭക്ഷണം എനിക്ക് കഴിക്കാവുന്നതാണ്. അതേസമയം ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തോ ഈ പറയുന്ന പൂക്കളം സൃഷ്ടിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വീടിൻ്റെ നെറ്റിയിൽ നക്ഷത്രം തൂക്കിക്കൊണ്ടും മാത്രമേ എനിക്കത് സാധ്യമാകൂ എന്ന് പറയുന്നത് നമ്മുടെ ആശയ പാപ്പരത്വവും അറിവുകേടുമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ അറിവുകേട് മറ്റിതര മതവിഭാഗങ്ങൾക്ക് നമ്മുടെ മതവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ബഹുസ്വരത എന്നെല്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ സർവമത സത്യവാദമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുസ്വരത എന്ന് പറയുന്നത് സൗഹൃദം, നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാം ശരിയാണെന്ന് അംഗീകരിക്കുക എന്നുള്ളതല്ല. അത് കാപ്പട്യമാണ്. അതും ശരിയാണ്, ഇതും ശരിയാണ്, മറ്റതും ശരിയാണ് എന്ന് പറയുന്നത് കാപ്പട്യമാണ്. എനിക്ക് എൻ്റേതായ ശരി എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളതോടൊപ്പം തന്നെ
അപരൻ്റേത് അവൻ്റെ ശരിയാണെന്ന് മനസ്സിലാക്കാനും അവൻ്റെ ശരിയെ മാനിക്കാനുമുള്ള മര്യാദയുടെ പേരാണ് സാഹോദര്യം എന്ന് പറയുന്നത്. ആ മര്യാദയുടെ പേരാണ് സൗഹൃദം എന്ന് പറയുന്നത്. ആ മര്യാദയുടെ ആധുനിക നാമമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. എൻ്റെ ശരി മറ്റുള്ളവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ഞാൻ കാണിക്കുന്ന മര്യാദയുടെ പേരാണ്. അത് ഇസ്ലാമികവുമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ആളുകൾക്ക് ഹിദായത്ത് കൊള്ളാനും തള്ളാനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കെ നിങ്ങൾ ആരുടെ മേലും നിങ്ങളുടെ ആഘോഷങ്ങളെയോ നിങ്ങളുടെ ആചാരങ്ങളെയോ നിങ്ങളുടെ അനുഷ്ഠാനങ്ങളെയോ നിങ്ങളുടെ വിശ്വാസത്തെയോ ഒരാളുടെ മേലും നിങ്ങൾ കെട്ടിവെക്കരുത് എന്ന അസന്നിഗ്ധമായി ഖുർആൻ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അതിൽ വളരെ ക്ലാരിറ്റിയാണ്. അതേറെ മറിച്ച് അപ്പോൾ നമ്മളായിക്കൊണ്ട് തന്നെ അവരൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അനുവദനീയമായ കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ അർത്ഥത്തിലുള്ള വകതിരിവാണ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത്. നമ്മൾ എന്താണെങ്കിലും അതതിൻ്റെ ക്ലൈമാക്സിൽ പോകുന്നു, അതിൻ്റെ ആശയം എന്ത്, അതിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് അന്വേഷിക്കാതെ പോകുന്നു എന്നതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യം. മറ്റിതര മതങ്ങളെയോ മറ്റിതര വിശ്വാസ സങ്കല്പങ്ങളെയോ അതിനോട് നമുക്ക് ആശയപരമായി സംവദിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള അനുവാദമുണ്ട്. ഒരു പക്ഷേ ഇത്തരം ആഘോഷങ്ങൾ അതിനുള്ള ബ്രിഡ്ജ് കൂടിയാണ് പണിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിക്കാത്തത് അതുകൊണ്ടാണ്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമിൻ കദാലിക സയ്യനാ ലികുല്ലി ഉമ്മത്തിൻ അമലഹും സുമ്മ ഇലാ റബ്ബിഹിം മർജിഉഹും ഫയുനബ്ബിഉഹും ബിമാ കാനൂ യഅമലൂൻ. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നുണ്ട്, നിങ്ങൾ ഇതര ജനവിഭാഗങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാമൂർത്തികളെ അധിക്ഷേപിക്കരുത് എന്ന് ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത് ഈ ഒരു കൃത്യമായ വിദ്യാഭ്യാസം മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അല്ലാതാവലല്ല ബഹുസ്വരത, നാം അല്ലാതെ ആയിക്കൊണ്ടല്ല ഇതര ആഘോഷങ്ങളിൽ എൻഗേജ് ചെയ്യേണ്ടത്. നാം നമ്മുടെ തന്നെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഐഡൻറ്റിറ്റി മുറുകെ പിടിച്ചുകൊണ്ട്, ഐഡിയോളജി മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ ശരിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനുള്ള വിവേചന ബുദ്ധി നമ്മൾ കാണിക്കുന്നിടത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ആളുകൾ ഒരു ചെറിയ ധാരണ, നക്ഷത്രം തൂക്കിയാലേ പൂക്കളമിട്ടാലേ എൻ്റെ മതസൗഹാർദ്ദ നിലപാട് ശരിയാവുകയുള്ളൂ എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പറയുക ജനാധിപത്യ വിരുദ്ധമാണ്. എൻ്റെ എൻ്റെ മതസൗഹാർദ്ദം എനിക്ക് ഉയർത്തിപ്പിടിക്കണമെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, എൻ്റെ വിശ്വാസധാരയിലില്ലാത്ത ഒന്ന് ഞാൻ എടുത്തണിഞ്ഞാലേ ലോക ജനത സമൂഹം എന്ന് പറയുന്നത് എൻ്റെ സൗഹൃദവും എൻ്റെ സാഹോദര്യവും അംഗീകരിക്കൂ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവും വംശീയവും ഏകപക്ഷീയവുമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിലവിളക്ക് കൊളുത്താത്ത നവനാസ്തികർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നിലവിളക്ക് കൊളുത്താത്ത നവനാസ്തികരുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. കാരണം നിലവിളക്കിന് ഒരു മതപരമായ അനുഷ്ഠാനമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നാസ്തികൻ നിലവിളക്ക് കൊളുത്താത്തത്. ആ നിലവിളക്ക് കൊളുത്താതിരിക്കാൻ നാസ്തികന് കൊടുക്കുന്ന പ്രിവിലേജ് പലപ്പോഴും ഒരു മുസൽമാന് കൊടുക്കപ്പെടാതെ പോകുന്നു എന്നതാണ് നമ്മുടെ ഈ പറയുന്ന ആത്മനിന്ദാപരമായ നിലപാടിലേക്ക് സമുദായത്തെ നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളായിക്കൊണ്ട് വളരെ ക്ലാരിറ്റിയിൽ നമ്മുടെ ചുറ്റുമുള്ള ബഹുസ്വരങ്ങളോടും ബഹുസ്വര ആഘോഷങ്ങളോടും വളരെ വ്യക്തതയിൽ നിലപാട് സ്വീകരിക്കുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതിനും അപ്പുറത്താണ്. എല്ലാ ആഘോഷങ്ങളും ഇന്ന് ഏതാണ്ട് പാശ്ചാത്യൻ ലിബറൽ ശക്തികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന ആഗോള ഉത്സവമാണ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത്. എല്ലാ ആഘോഷങ്ങളും, പെരുന്നാളായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും എല്ലാം ഇന്ന് പറയുന്ന ലിബറൽ ആശയങ്ങൾ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആഘോഷങ്ങളുടെയും താളമേളങ്ങൾ ഒന്നാണ്, താളം ഒന്നാണ്, മേളം ഒന്നാണ്, അതിൻ്റെ ലഹരി ഒന്നാണ്, അതിൻ്റെ കൊഴുപ്പിക്കുന്ന ഘടകങ്ങൾ ഒന്നാണ്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഒന്നാണ്, അതിൻ്റെ എക്സ്പേർട്സുകൾ ഒന്നാണ്. അതെല്ലാം ഇന്ന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺവക്കേഷന് വരുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയറിന് വരുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് തന്നെയാണ് ഇന്ന് ഓണത്തിനും വരുന്നത്, അതുപോലെ തന്നെ ക്രിസ്തുമസിനും വരുന്നത്, അതുപോലെ തന്നെ പെരുന്നാളിനെയും കൊഴിപ്പിക്കാൻ വരുന്നത് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. സാംസ്കാരികമായ വൈവിധ്യത്തെ തുടച്ചു നീക്കി ഒരു ലിബറൽ സംസ്കാരം ആഘോഷങ്ങളുടെ മറപിടിച്ച് ആകാശത്തിൽ നിന്നല്ല പാശ്ചാത്യ ലോകത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംസ്കാരം
എൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു, എൻ്റെ കുടുംബത്തിലെത്തിയിരിക്കുന്നു, എൻ്റെ ഡൈനിങ് ഹാളിലെത്തിയിരിക്കുന്നു. എൻ്റെ വിവാഹാഘോഷ തലേന്ന്, എൻ്റെ വിവാഹാഘോഷ തലേ രാവുകളിൽ എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ആഘോഷങ്ങളുടെയും കളർ ഇന്നൊന്നാണ്, എല്ലാ ആഘോഷങ്ങളുടെയും കൾച്ചർ ഇന്നൊന്നാണ്. ഇത് നമുക്ക് കാണാവുന്നതാണ്. താളമേളങ്ങൾ ഒന്നാണ്, വിഭവങ്ങൾ ഒന്നാണ്, DJ പാർട്ടികൾ അതിൻ്റെ എല്ലാം ഭാഗമാണ്. ആൺപെൺ തുള്ളലുകൾ എല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ആഹ്ലാദ പ്രകടനങ്ങൾ വരെ അതിൻ്റെ തുടർ നടപടികൾ നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സ്വഭാവത്തിലേക്ക് ഇതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട എസെൻസായി, ചേരുവയായിട്ട് മാറുന്നത് ലഹരി പദാർത്ഥങ്ങളാണ് എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ന്യൂ ഇയർ വരാൻ പോവുകയാണ്. ന്യൂ ഇയർ വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതാണ്ട് ഇവിടെയുള്ള സ്റ്റാർ ഹോട്ടലുകളെല്ലാം ബുക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. DJ പാർട്ടി കൊണ്ടാണ് ഈ ന്യൂ ഇയറും നമ്മുടെ തലമുറ ആഘോഷിക്കാൻ പോകുന്നത്. DJ പാർട്ടി സമ്പന്നമാകും. നേരം പുലരുന്നത് വരെ യുവതി യുവാക്കൾ നിറഞ്ഞു തുള്ളണമെങ്കിൽ, നേരം പുലരുന്നത് വരെ തളരാതെ തുള്ളണമെങ്കിൽ അവർക്ക് ഇന്ധനം നൽകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഇന്ധനമാണ് ഇന്ന് MDM ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തുള്ളുന്ന, സ്വയം മറന്നു തുള്ളുന്ന ഒരു പുതിയ ലോകം, ഒരു പുതിയ ജനറേഷൻ നമുക്കകത്ത് എല്ലാ ആഘോഷങ്ങളുടെയും മറ പിടിച്ചു വരുന്നുണ്ട്. ക്രിസ്മസ് തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ, എല്ലാ ആഘോഷങ്ങളുടെയും, നിങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട വിവാഹ ഇവൻറ്റുകളുടെ തലേ ദിവസം പോലും ഇത്തരം തുള്ളുന്ന യൂത്തിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. യൂത്ത് എന്ന് ഞാൻ പറയുന്നില്ല, ഇതിലേതാണ്ട് അത്തരം കാറ്റഗറിക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാ ഏജ് ഗ്രൂപ്പും നമുക്കിതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബിവറേജ് കോർപ്പറേഷന് കളക്ഷൻ കിട്ടുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ആഘോഷങ്ങളുടെ നിറം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ആഘോഷങ്ങളുടെ കളർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ആഘോഷങ്ങളുടെ കൾച്ചറും ക്യാരക്ടറും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് സംസ്ഥാന ബിവറേജ് കോർപ്പറേഷന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സന്ദർഭം ഒന്ന് ക്രിസ്മസ് ആണ്, ഒന്ന് ഓണമാണ്, പെരുന്നാളുണ്ട് എന്ന് വേദനയോടുകൂടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്, പിന്നെ ന്യൂ ഇയറിൻ്റെ സന്ദർഭമാണ്. അത് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? ചിലപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും, അതിൻ്റെ ഔട്ട്ലെറ്റ് പരിശോധിച്ചാൽ ഒന്ന് ചാലക്കുടി കിട്ടാറുണ്ട്. അതിന് കാരണമുണ്ട്, അവർക്കത് ഹലാലാണ്. ചിലപ്പോൾ അതിൽ എല്ലാ ഘട്ടത്തിലും, ചില ഘട്ടത്തിൽ മൈനോറിറ്റി പ്രാതിനിധ്യമില്ലാത്ത ഒരുപാട് മേഖലയുണ്ട് എങ്കിലും അതിൽ മൈനോറിറ്റി പ്രാതിനിധ്യം വിട്ടുകൊടുക്കാത്ത തിരൂര് വരാറുണ്ട്. അതുപോലെ തന്നെ പൊന്നാനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വരാറുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അർത്ഥത്തിൽ സംസ്ഥാന ബിവറേജ് കോർപ്പറേഷനിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ലോകത്തേക്ക് ഒരു വലിയ ജനറേഷൻ കാലെടുത്ത് വെക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആഘോഷത്തിൻ്റെ ഫിക്ക് മാത്രമല്ല, ആഘോഷത്തിൻ്റെ മതം മാത്രമല്ല, ആഘോഷത്തിൻ്റെ സംസ്കാരം വളരെ പ്രധാനമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. സാംസ്കാരിക വൈവിധ്യങ്ങൾ ഇല്ലാതായി ഒരു ഏകധ്രുവ സംസ്കാരം, ഒരു ഏകമുഖ സംസ്കാരം, നമ്മുടെ ഉപ്പയെയും ഉമ്മയും വിസ്മരിക്കപ്പെടുന്ന ഉദാര ലൈംഗികതയിൽ അധിഷ്ഠിതമായ എല്ലാ പരസ്പര കുടുംബത്തെ ശിഥിലമാക്കുന്ന ഒരു സംസ്കാരം, ഉദാര ലൈംഗികതയുടെ സംസ്കാരം ലഹരിയിലൂടെയൊക്കെ ഇത്തരം ആഘോഷങ്ങളുടെ മറപിടിച്ച് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 27 രാവിനെ പകലാക്കാത്ത നമ്മുടെ യുവത ഈ രാവ് പകലാക്കും. നിങ്ങൾക്ക് രാത്രി ഒരു 10 മണിക്ക്, ഞാൻ കാലങ്ങളായിട്ട് ഞാൻ കോഴിക്കോട് സിറ്റിയിലുണ്ട്, രാത്രി 10 മണിക്ക് ശേഷം ഇറങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കാലിൻ്റെ ചുവപ്പ് മാറാത്ത കുട്ടികൾ വരെ കാലുറക്കാതെ അങ്ങാടിയിലൂടെ നടക്കുന്നത്. കാണേണ്ടി വരുന്ന ദുര്യോഗമാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. നമ്മളതിനെ നിരാകരിച്ചിട്ട് കാര്യമില്ല. ഹോട്ടലുകളും ഹോസ്റ്റലുകളും സ്ട്രീറ്റുകളും ബീച്ചുകളും, പലപ്പോഴും കൊച്ചി ബീച്ചിലും സംഘർഷമുണ്ടാകാറുണ്ട്, നമ്മുടെ കോഴിക്കോട് ബീച്ചിലും സംഘർഷമുണ്ടാകാറുണ്ട്. കാരണം അവർ പുതുവർഷത്തെ വരവേൽക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ സ്വയം ബോധമില്ലാതെയാണ് അവർ വരവേൽക്കുന്നത്. അവരല്ലാതായിക്കൊണ്ടാണ് വരവേൽക്കുന്നത്. ബോയ്സും ഗേൾസും ഇതിനെ കൊഴുപ്പിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആഘോഷങ്ങൾ നമ്മുടെ തന്നെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ന്യൂ ഇയർ വരുന്നു, എൻ്റെ മോൻ രാത്രി എവിടെയെന്ന് ഈ പറയുന്ന ഡിസംബർ 31 ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ അന്ന് ഏതെല്ലാം ലോകമാണ് വാതിലുകൾ തുറക്കുന്നത്, ഏത് അധോലോകത്തേക്കാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ കിളിവാതിൽ തുറക്കപ്പെടുന്നത് എന്ന്, നമ്മുടെ കൊച്ചു കൊച്ചു കുട്ടികൾ ഏത് ലോകത്തേക്കാണ് അന്ന് കാലെടുത്ത് വെക്കുന്നത് എന്ന് എല്ലാവർക്കും ഒരു മൂന്നാം കണ്ണുണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ ഈ ആഘോഷങ്ങൾ മൊത്തം പരാമർശിക്കുന്ന ഘട്ടത്തിൽ
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരികളെ, സഹോദരന്മാരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ ആഘോഷങ്ങളുടെ മതം പ്രധാനമാണ്, കർമ്മശാസ്ത്രം പ്രധാനമാണ്, സംസ്കാരവും പ്രധാനമാണ്. ആ സാംസ്കാരികമായ വൈവിധ്യം നിലച്ചുപോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും എന്നെ അധിക്ഷേപിക്കരുത്. നല്ല ദീനുള്ള കുടുംബത്തിൻ്റെ ഒരു വിവാഹ പാർട്ടിയിൽ നിങ്ങൾ സൂക്ഷിച്ചാണ് പങ്കെടുക്കുക. കാരണം എപ്പോഴാണ് കരിമരുന്ന് പ്രയോഗം ഉണ്ടാവുക എന്നറിയില്ല, എപ്പോഴാണ് ആളുകൾ യുവാക്കൾ കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള എല്ലാം ആകാൻ പറ്റുന്ന എല്ലാ അർത്ഥത്തിലും ആഘോഷമയമായ ഒരു സാമൂഹ്യ ക്രമം കൂടി നമുക്കകത്ത് മെല്ലെ നമ്മളറിയാതെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് നമ്മുടേതായ നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ വർണ്ണത്തിൽ ജീവിതത്തെ ചാലിച്ചെടുക്കാൻ, എൻ്റെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ വർണ്ണത്തിൽ ചാലിച്ചെടുക്കാൻ, എൻ്റെ ഭാര്യയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തെ അള്ളാഹുവിൻ്റെയും ദീനിൻ്റെയും വർണ്ണത്തിൽ ചാലിച്ചെടുക്കാൻ ഈ കാലഘട്ടം നമ്മോട് താല്പര്യപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലൻ തർലാൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിയ മില്ലത്തഹും. യഹൂദികളെയും നസാറാക്കളെയും വെച്ചിട്ടാണ് പറയുന്നത്. അവർ നിങ്ങളെ ഒരിക്കലും വലൻ തർലാൻ, നിങ്ങളുടെ കാര്യത്തിൽ അവർ തൃപ്തിപ്പെടൂല, ഹത്താ തത്തബിയ മില്ലത്തും, അവരുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റുന്നവരെ നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് തൃപ്തി ഉണ്ടാവില്ല. യഹൂദി നസാറ എന്ന് മാത്രമല്ല അല്ല, ഈ കാലഘട്ടത്തിലെ സംസ്കൃതി എന്ന് വെച്ചോ. എന്നൊരു ഖുർആൻ പറയുന്നുണ്ട്, കുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, കുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ഹിദായത്ത് അതാണ് ഹിദായത്ത്. അള്ളാഹുവിൻ്റെ ഹിദായത്ത് അതാണ് ഹിദായത്ത്. വല ഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം. നിങ്ങൾക്ക് വളരെ കൃത്യമായ ഇൽമ് വന്നെത്തിയതിന് ശേഷവും നിങ്ങൾ നിങ്ങളുടെ കാലഘട്ടത്തിൻ്റെ ഓളത്തിനനുസരിച്ച്, താളത്തിനനുസരിച്ച്, ഒഴുക്കിനനുസരിച്ച് നിങ്ങൾ നീന്തിയോ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് സഹായിയും ഒരു രക്ഷാധികാരിയും ഉണ്ടാവുന്നതല്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്. ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ദീനല്ലാത്ത ഒരു ഇസ്ലാമിനെ, ദീൻ എന്ന് പറഞ്ഞാൽ ദർശനമാണ്, ദീനല്ലാത്ത ഒരു ഇസ്ലാമിനെ ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഫലൻ യുഖ്ബൽ മിൻഹു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, പരലോകത്ത് അവൻ പരാജയപ്പെടുന്നതാണ്. പിന്നെ ഖുർആൻ പറയുന്നുണ്ട്, ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികുഹു ഫലാ യുനാസിഉന്നക ഫിൽ അംരി വദ്ഉ ഇലാ റബ്ബിക ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം. ഓരോ ജനതയ്ക്കും ആ ജനതയുടെ മാർഗം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാർഗം വളരെ കൃത്യമാണ്, സുന്നത്തും പ്രവാചകന്റെ സുന്നത്തും കിതാബും. എന്നൊരു ഖുർആൻ പറയണം, ഫലാ യുനാസി അന്നക ഫിൽ അംർ, നിന്നോട് അവർ കലഹിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല അള്ളാഹിൻ്റെ കാര്യത്തിൽ വദ്ഉ ഇലാ റബ്ബിക, നീ നിന്റെ നാഥനോട് പ്രാർത്ഥിക്കണം, ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം, തീർച്ചയായിട്ടും ശരിയായ പാത അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വ്യക്തമാണ്. ഞാനായിക്കൊണ്ട്, ഞാനൊരു വിശ്വാസിയായിക്കൊണ്ട്, എൻ്റെ ഐഡൻറ്റിറ്റിയും എൻ്റെ ഐഡിയോളജിയും നിലനിർത്തിക്കൊണ്ട് ആഘോഷങ്ങളുടെ സാമൂഹ്യപരമായ തലത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഫാസിസ്റ്റ് പ്രതിരോധത്തിൽ നമുക്ക് ശക്തമായി വിളക്കിച്ചേർക്കാം. അതിൻ്റെ മതപരമായ തലത്തെ വളരെ കണിശതയോടുകൂടി നമുക്ക് അകലം പാലിക്കാം. അതാണ് ബഹുസ്വരത എന്ന് പറയുന്നത്, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്, അതാണ് ഇതര സമൂഹത്തോട് നമ്മൾ കാണിക്കുന്ന, നമ്മോട് അവർ കാണിക്കുന്ന മര്യാദ എന്ന് പറയുന്നത്. അതോടൊപ്പം എല്ലാ ആഘോഷങ്ങളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, സാംസ്കാരിക വൈവിധ്യങ്ങളെ തകർക്കുന്ന, ഇന്ന് എല്ലാ ആഘോഷങ്ങളുടെയും കളർ ഒന്നാണ്, തകർത്തുകൊണ്ടിരിക്കുന്ന ഈ സാംസ്കാരികമായ കടന്നുകയറ്റത്തെക്കുറിച്ച് നമ്മൾ ദീനിൽ ചാലിച്ച കുടുംബജീവിതത്തിലൂടെ പ്രതിരോധം തീർക്കാനും നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.